80കളിൽ ഇറങ്ങിയ അർണോൾഡ് അഭിനയിച്ച ടെർമിനേറ്റർ സിനിമ നമ്മളെല്ലാവർക്കും സുപരിചിതമായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന ലോകത്തെ മനുഷ്യരുടെ അവസ്ഥയാണ് സിനിമയിൽ കാണിക്കുന്നത്. AI ഭരിക്കുന്ന ഒരു ലോകം, അതിൽ അടിമകളായി ജീവിക്കുന്ന മനുഷ്യർ. ഒരുപാട് പുസ്തകങ്ങളിലും സിനിമകളിലുമായി കണ്ടുവരുന്ന ഒരു കോമൺ തീമാണിത്. മുമ്പ് ഫാന്റസിയുടെ മാത്രം ഭാഗമായിരുന്ന ഇത്തരം കഥകൾ ഭാവിയിൽ സത്യമാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? പരിശോധിക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ. പഴയ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ റോബോട്ടുകളുടെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശബ്ദം ഇന്നത്തെ ChatGPT, Gemini, Claude AI തുടങ്ങിയ LLMുമായി കമ്പയർ ചെയ്തു നോക്കൂ. Hello viewers, how are you doing? Please share and subscribe. അനുദിനം മനുഷ്യനെ കൃത്യമായി അനുകരിക്കുന്നതിന്റെ അടുത്തേക്ക് AI എത്തിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് മനുഷ്യൻ്റേതെന്ന് മാത്രം നമ്മൾ അവകാശപ്പെട്ടിരുന്ന പലതും ഇന്ന് AI ചെയ്യുന്നുണ്ട്. അവർ കഥകൾ എഴുതുന്നു, കവിത രചിക്കുന്നു, പാട്ടുണ്ടാക്കുന്നു, ചിത്രം വരയ്ക്കുന്നു. എന്നാലും ഒരു ചോദ്യം മാത്രം ഇന്നും ബാക്കിയാകുന്നുണ്ട്. സുബോധത്തെക്കുറിച്ചുള്ള ചോദ്യം. ശാസ്ത്രം ഇനിയും പുരോഗമിച്ചാൽ, AI ഇനിയും വളർന്നാൽ മനുഷ്യൻ അനുഭവിക്കുന്ന വികാരങ്ങൾ, ബോധാവസ്ഥ, ഇതെല്ലാം AIയും കൈവരിക്കുമോ? ചുരുക്കത്തിൽ, ക്യാൻ AI ബിക്കം കോൺഷ്യസ്? എളുപ്പം ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല ഇത്. കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ പലപ്പോഴും മൾട്ടി ഡിസിപ്ലിനറിയാണ്. അതായത് ന്യൂറോ സയൻസും സൈക്കോളജിയും ഫിലോസഫിയും മാത്തമാറ്റിക്സും എല്ലാം അവരുടേതായ രീതിയിൽ കോൺഷ്യസ്നെസ്സിനെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കോൺഷ്യസ്നെസ് എന്താണെന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡേവിഡ് ചാൽമേഴ്സ് എന്ന ഓസ്ട്രേലിയൻ ഫിലോസഫറിന്റെ ഒരു വ്യൂ പോയിന്റിനെ പറ്റിയാണ്. ഇതിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കോൺഷ്യസ്നെസ് കൈവരിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഫിലോസഫി ഓഫ് മൈൻഡ് എന്ന ശാഖയിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഫിലോസഫറാണ് ഡേവിഡ് ചാൽമേഴ്സ്. കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ ഡേവിഡ് ചാൽമേഴ്സ് രണ്ടായി തിരിച്ചു: ഈസി പ്രോബ്ലം ആൻഡ് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്. സയൻസിന് ഈസി പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റൂ എന്ന് ചാൽമേഴ്സ് അവകാശപ്പെടുന്നു. അതായത് തലച്ചോറിലെ ന്യൂറോണുകൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സയൻസിന് പറയാൻ സാധിക്കും. ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ എങ്ങനെയാണ് അറ്റൻഷൻ ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ പറ്റും. തലച്ചോറിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമോഷൻസിന് കാരണമെന്ന് പറയാൻ പറ്റും. ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്താണ് ഈസി പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് ചാൽമേഴ്സ് വിളിച്ചത്. ചാൽമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു: ദി ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്. എന്തിനാണ് ഈ ബ്രെയിൻ പ്രോസസ്സുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കോൺഷ്യസ് അല്ലാത്ത ചില പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിഡ്നി രക്തം ശുദ്ധീകരിക്കുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, കോശങ്ങൾ വിഭജിക്കുന്നത്, ഇതെല്ലാം കോൺഷ്യസ് എക്സ്പീരിയൻസ് ഇല്ലാതെ, നിങ്ങൾ ബോധവാന്മാരല്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിലും ഇത് സംഭവിച്ചുകൂടായിരുന്നു? തലച്ചോറിലെ ചില പ്രോസസ്സുകൾ എന്തുകൊണ്ട് കോൺഷ്യസ് ആയി? ഉത്തരം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണിത്. എന്നാലും ഒരു ഉദാഹരണ സഹിതം ഞാനിത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. കോൺഷ്യസ് അല്ലാത്ത ബ്രെയിൻ പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഡേവിഡ് ചാൽമേഴ്സ് ഒരു തോട്ട് എക്സ്പെരിമെന്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിലോസഫേഴ്സ് സോംബി എന്നാണ് ഇതിന്റെ പേര്. നിങ്ങളുടെ എക്സാക്ട് കോപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് എന്ന് സങ്കല്പിക്കുക. അയാൾ നിങ്ങൾ ചിരിക്കുന്ന പോലെ ചിരിക്കും, കരയുന്ന പോലെ കരയും, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കും. പക്ഷെ ഇയാൾക്ക് ഇതിൻ്റെ ഒപ്പം കോൺഷ്യസ് എക്സ്പീരിയൻസ് ഉണ്ടാകില്ല എന്ന് മാത്രം. അതായത് ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് പോലെ ചില റിയാക്ഷൻസ് മാത്രമാണ് അയാളുടെ പ്രതികരണങ്ങൾ. അയാളുടെ ന്യൂറോണുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ശരീരം പ്രതികരിക്കുന്നു. ദഹനം നടക്കുന്നത് പോലെ, രക്തം ശരീരത്തിലൂടെ ഒഴുകുന്നത് പോലെ അയാൾക്ക് ബോധാവസ്ഥയിൽ ഒന്നും തോന്നാതെ തന്നെ അയാൾ ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, കരയുന്നു. ഇങ്ങനത്തെ ഒരു ഫിലോസഫർ സോംബി കൺസീവബിൾ ആണെങ്കിൽ കോൺഷ്യസ്നെസ് തലച്ചോറിന്റെ ഭാഗമല്ല എന്നാണ് ഡേവിഡ് ചാൽമേഴ്സ് പറയാൻ ശ്രമിക്കുന്നത്. അതിന് ഫിലോസഫർ സോംബി ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി സങ്കല്പിച്ചു നോക്കൂ. ഒരു തരത്തിൽ ഇന്നത്തെ AI ടെക്നോളജികളെല്ലാം മെല്ലെ മെല്ലെ ഫിലോസഫർ സോംബിയായി മാറുകയല്ലേ ചെയ്യുന്നത്? അതായത് ഓരോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലും അവർ കൂടുതൽ മനുഷ്യരെ പോലെ ആയിത്തീരുന്നു. മനുഷ്യരെ പോലെ ചിരിക്കുന്നു, സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു. ഒരു 100 കൊല്ലം കൂടി കഴിയുമ്പോൾ മനുഷ്യൻ ഏതാണ്, AI ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലത്തിലേക്ക് നമ്മുടെ ലോകം മാറുമോ? അങ്ങനെ മാറിയാൽ ഈ AI ഫിലോസഫർ സോംബി ആയി തീരുമോ? അതായത് കോൺഷ്യസ്നെസ് ഇല്ലാത്ത, എന്നാൽ മറ്റു കാര്യങ്ങളിലെല്ലാം എക്സാക്ട്ലി മനുഷ്യനോട് സാമ്യം പുലർത്തുന്ന ഒന്ന്. വളരെ സിമ്പിളായി ചിന്തിക്കുകയാണെങ്കിൽ 2 സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, മനുഷ്യരെ പോലെ തന്നെ കോൺഷ്യസ്നെസ് ഉള്ള AI ഡെവലപ്പ് ആവും. 2, കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഫിലോസഫർ സോംബി പോലത്തെ AI ഡെവലപ്പ് ആവും. ഇതുകൂടാതെ ഒരു വാദം കൂടി ചാൽമേഴ്സ് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് നിലനിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ റിയാലിറ്റിയെ നേരെ പോലെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്നാണ് ചാൽമേഴ്സ് പറയുന്നത്. അതായത് കോൺഷ്യസ്നെസ്സിനെ മാറ്ററിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ആയി കാണണമെന്നും എങ്ങനെയാണോ മാസും ചാർജും ഫണ്ടമെൻ്റൽ ഫോഴ്സുകളും പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാകുന്നത്, അതേപോലെ കല്ലിനും മണ്ണിനും അമീബയ്ക്കും വൈറസിനും എല്ലാം ഒരു തരത്തിൽ കോൺഷ്യസ്നെസ് ഉണ്ടാകണം എന്നൊരു വ്യൂ പോയിൻ്റാണ് ചാൽമേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ പാൻസൈക്കിസം എന്നാണ് വിളിക്കുന്നത്. തീർച്ചയായും അക്കാഡമിക് ഫിലോസഫിയിൽ ഡേവിഡ് ചാൽമേഴ്സ് പറഞ്ഞ വാദങ്ങളെല്ലാം അംഗീകരിച്ചിട്ടൊന്നുമില്ല. ന്യൂറോ സയൻസിൽ നിന്നായാലും അക്കാഡമിക് ഫിലോസഫിയിൽ നിന്നായാലും ഡേവിഡ് ചാൽമേഴ്സിനെതിരെ ഒരുപാട് ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ട്. ഡാനിയൽ ഡെനറ്റ് പോലുള്ള
പോലുള്ള ഫിലോസഫേഴ്സ് ഡേവിഡ് ചാൽമേഴ്സിന്റെ സോംബിയെ ശക്തമായി വിമർശിച്ചിട്ടുള്ളത് കൂടിയാണ്. ഡേവിഡ് ചാൽമേഴ്സ് സജസ്റ്റ് ചെയ്ത ഈ തോട്ട് എക്സ്പെരിമെന്റ് ആധികാരികമായി തെറ്റാണ് എന്നാണ് ഡാനിയൽ ഡെനറ്റ് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ടെലിവിഷന്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ സങ്കല്പിക്കുക. സാധാരണ ഒരു ടിവിയുടെ എക്സാക്ട് കോപ്പി. ഒരു ടി വി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, ഇതെല്ലാം ഈ കോപ്പിയായ ടി വിയിലും നടക്കും. പക്ഷേ സ്ക്രീനിൽ ഡിസ്പ്ലേ മാത്രം വരില്ല. അതുമല്ലെങ്കിൽ താറാവിനെ പോലെ നീന്തുന്ന, കരയുന്ന, ശബ്ദമുണ്ടാക്കുന്ന, കാണാൻ ഒരേപോലെയുള്ളൊരു പക്ഷി, പക്ഷെ അത് താറാവല്ല. ഇതേപോലത്തെ ബാലിശമായൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ് ഫിലോസഫർ സോംബി എന്നാണ് ഡാനിയൽ ഡെനറ്റ് പറയുന്നത്. ന്യൂറോണിൻ്റെ പ്രവർത്തനവും കോൺഷ്യസ്നെസ്സും വേർതിരിച്ച് കാണാതെ ന്യൂറോണിൻ്റെ പ്രവർത്തനം തന്നെയാണ് കോൺഷ്യസ്നെസ് എന്ന് ചാൽമേഴ്സ് ചിന്തിച്ചാൽ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്സിന് സൊല്യൂഷൻ കിട്ടുമെന്നാണ് ഡാനിയൽ ഡെനറ്റ് പറയുന്നത്. അമീബയിലുള്ള കോശം പോലെ തന്നെയാണ് മനുഷ്യനിലും കോശമുള്ളത്. പക്ഷേ മനുഷ്യൻ കോൺഷ്യസ് ആണ് എന്നതുകൊണ്ട് അമീബ കോൺഷ്യസ് ആകണമെന്നില്ല. കാരണം മനുഷ്യൻ്റെ തലച്ചോറിൽ ഒരു ന്യൂറോൺ അല്ല കോൺഷ്യസ്നെസ്സിന് കാരണമാകുന്നത്. 80 ബില്യൺ ന്യൂറോണുകൾ പല രീതിയിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് കോൺഷ്യസ്നെസ് ഉണ്ടായത് എന്ന് ഡാനിയൽ ഡെനറ്റ് പറയുന്നു. ഒരു പസിൽ പീസ് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകില്ല. പക്ഷേ പല പീസുകൾ കൂടി ചേരുമ്പോൾ നമുക്കൊരു ചിത്രം കാണാൻ കഴിയും. ഇത് തന്നെയാണ് തലച്ചോറിൽ നടക്കുന്നതെന്ന് ഡാനിയൽ ഡെനറ്റ് പറയുന്നു. എല്ലാത്തിനും കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് പറയുന്ന പാൻ സൈക്കിസം എന്ന വ്യൂ പോയിന്റ് തള്ളിക്കളയുകയാണ് ഡാനിയൽ ഡെനറ്റ് ചെയ്യുന്നത്. AI അവസ്ഥയും ഇത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യന്റെ ചില പ്രവൃത്തികൾ മാത്രം അനുകരിച്ചതുകൊണ്ട് AI കോൺഷ്യസ് ആകില്ല എന്ന് ഡാനിയൽ ഡെനറ്റ് പറയുന്നു. മനുഷ്യന്റെ തലച്ചോറിന്റെ സങ്കീർണത പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അതേ സങ്കീർണതയിലുള്ള AI ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ AI ഭാവിയിൽ കോൺഷ്യസ് ആയേക്കാം. എന്തായാലും വരും കാലങ്ങളിൽ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ആർക്കും പൂർണ്ണമായി പിടികൊടുക്കാത്ത ഒരു ചോദ്യമായി കോൺഷ്യസ്നെസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടെർമിനേറ്റർ പോലെയുള്ള സിനിമകൾ ഒരു ഫാന്റസി തന്നെയായി നിലകൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.